മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. നടിയെ ആക്രമിച്ച കേസിൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഉമാ തോമസ് MLA. ഈ കേസിൽ PT തോമസിന്റെ ഇടപെടൽ ഉൾപ്പെടെ അദ്ദേഹം മൊഴി നൽകിയതൊക്കെ നമുക്കറിയാം. ആ മൊഴി നൽകുന്നതിനെ സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നുള്ളതാണ് ഉമ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മൊഴി നൽകരുതെന്ന് ചിലർ പറഞ്ഞു, എന്നാൽ ഒന്നും കൂട്ടിയോ കുറച്ചോ പറയില്ലെന്നുള്ള നിലപാടാണ് PT തോമസ് എന്ന് സ്വീകരിച്ചത്. ആരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും അത് തനിക്കറിയാമെന്നും ഉമാ തോമസ് പ്രതികരിക്കുന്നു. പക്ഷേ PT ഏറെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. അതിനകത്ത് സാക്ഷ്യം കൂട്ടിൽ കയറിയതാണ്. വിധി വരാൻ പോവുകയാണ്. എന്താണ്? ഡിസംബർ 8 നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് വിധി വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ്, കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയായിരിക്കും ഇതിലുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദിവസം PT ഇവിടെ വീട്ടിൽ വന്ന് കയറി കിടന്നപ്പോഴാണ് ഒരു ഫോൺ വന്നിട്ട് പെട്ടെന്ന് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയും, അപ്പോൾ എവിടേക്കാന്ന് സാധാരണ പറയാറുണ്ട്, പക്ഷേ ഒരു അത്യാവശ്യ കാര്യമാണ് അങ്ങനെ ഒരിക്കലും PT പറയാറില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പോയിട്ട് തിരിച്ചു വന്ന ശേഷം PTക്ക് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. PT എരിപിരി കൊള്ളണോ അല്ല, എനിക്ക് സത്യത്തിലത് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു വേദനയായിരുന്നു PTയുടെ ഒരു പ്രവർത്തനത്തിലുടനീളം ഞാൻ കണ്ടത്. ആ മൊഴി കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു പക്ഷം ഉണ്ടായിരുന്നു, മൊഴി അത്ര സ്ട്രോങ് ആവരുതെന്ന് പറഞ്ഞ പക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ PT പറഞ്ഞ ഉത്തരം ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷെ ഞാനൊന്നും കുറച്ച് പറയാനും തയ്യാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് PTയുടെ പേഴ്സണൽ ആളുകളിലൊക്കെ അല്ലേ, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. എന്തായാലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല PT എന്നും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന് ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ട് PT പറഞ്ഞത് ഈ വാക്കാണ് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷെ ഞാനൊന്നും കുറച്ച് പറയാനും തയ്യാറില്ല എന്ന്. മൊഴിയെ സ്വാധീനിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ ശ്രമിച്ചു, പക്ഷേ ആ സ്വാധീനത്തിനൊന്നും വഴിപ്പെടാതെ കൃത്യമായ കാര്യങ്ങൾ PT കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് PTയുടെ സഹധർമ്മിണിയായ ഉമാ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിഖിൽ ജോസഫിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.